കാർ വാഷ് ബിസിനസ്, കാറുകളൊക്കെ കഴുകി കൊടുത്തിട്ട് പണം വാങ്ങുന്ന ഒരു പരിപാടി ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കിക്കേ. നല്ലൊരു കാറ്, അതിലേക്ക് നമ്മൾ തിക്ക് ഫോം ഇങ്ങനെ സ്പ്രേ ചെയ്യുകയാണ്. പല കളറുള്ള പതയൊക്കെ കിട്ടും. ആ ഒരു പതയിൽ ആ വണ്ടിക്കുട്ടനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി നമ്മൾ ഉടമയ്ക്ക് കൈമാറുകയാണ്. അയാൾ സന്തോഷം കൊണ്ട് വെളുക്കെ ചിരിക്കും, വണ്ടി നന്നായിട്ട് തിളങ്ങും, നമുക്ക് നല്ല പൈസ കിട്ടും. ഒരു വണ്ടി ഈ പറയുന്ന പതയൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകി കൊടുക്കുന്ന സമയത്ത് 500-600 രൂപ കിട്ടുമെന്നേ. എന്ത് രസമുള്ളൊരു ബിസിനസ്സാണല്ലേ. അതുകൊണ്ടായിരിക്കാം വഴിയിലൊക്കെ ഇങ്ങനെ കാർ വാഷിൻ്റെ ബോർഡുകൾ ഉയർന്ന് നിങ്ങൾ കാണുന്നത്. 2017 ഈ ബിസിനസ് വളരെ പ്രീമിയം രീതിയിൽ ആരംഭിക്കാനായിട്ട് സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി നഷ്ടമുള്ളൊരു സംഗതിയാണ്. കാരണം അന്ന് അങ്ങനെ ഒരു പ്രീമിയം കാർ വാഷ് തുടങ്ങിയതുകൊണ്ട് കാർ വാഷ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന പല ആളുകളും എന്നെ സമീപിക്കാറുണ്ട്. എനിക്ക് പണമൊക്കെ തന്നിട്ട് ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. പലപ്പോഴും ഞാൻ പല ആളുകളുടെയും സൈറ്റുകൾ നേരിട്ട് പോയി കാണാറുണ്ട്. അവിടെ അങ്ങനെ ഒരു കാർ വാഷ് തുടങ്ങാനായിട്ടുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ചിട്ട് പഠിക്കാറുണ്ട്. എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഭൂരിപക്ഷം ആളുകളും കാർ വാഷ് തുടങ്ങാതെ പോയിട്ടുമുണ്ട്. അത് എൻ്റെ ഒരു പരാജയമായിട്ട് ഞാൻ കാണുന്നില്ല കേട്ടോ. ശരിക്കും ഇങ്ങനൊരു മേഖലയിൽ ധനസമ്പാദനത്തിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്ന സമയത്ത് ഞാനിപ്പോഴും കാശ് വാങ്ങിയിട്ട് മാത്രമേ ഇങ്ങനെയുള്ള സൈറ്റ് വിസിറ്റിനും അതേപോലെ തന്നെ ഈ കാർ വാഷുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങൾ കൊടുക്കാനായിട്ടും പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാൾക്ക് നഷ്ടമുള്ളൊരു സംഗതിയാണ് ബിസിനസ്സിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുക എന്നുള്ളത്. കാരണം ഒരാളൊരു ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് പോകുന്ന എക്യുപ്മെൻറ്റ്സിൻ്റെ ഒരു നിശ്ചിത ശതമാനം കമ്മീഷൻസ് എന്നെപ്പോലുള്ള ആളുകൾക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഞാൻ കമ്മീഷൻ വാങ്ങിയില്ല എന്നതുകൊണ്ട് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചറർ ആ പ്രൊഡക്റ്റ് വാങ്ങുന്ന ആൾക്ക് ബയർക്ക് അത് കുറച്ച് കൊടുക്കാറൊന്നുമില്ല പല സാഹചര്യങ്ങളിലും. ഒരു കാർ വാഷ് കംപ്ലീറ്റ് ആയിട്ട് എന്നെ കൺസൾട്ട് ചെയ്തിട്ട് എൻ്റെ മേൽനോട്ടത്തിൽ ഒരാൾ ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഒരു 1.5 ലക്ഷം രൂപ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സംഗതിയാണ്. ഇത് കുറേ മാസങ്ങൾ കൊണ്ടേ കയ്യിലേക്ക് വരത്തുള്ളൂ കേട്ടോ. പക്ഷേ നമുക്ക് എഫേർട്ടൊന്നുമില്ലല്ലോ. നമ്മളിടയ്ക്ക് പോയി സൈറ്റ് വിസിറ്റ് ചെയ്യുക, അവർ കാര്യങ്ങളൊക്കെ ചെയ്തോളും. ഇതിൻ്റെ ടെൻഷനൊക്കെ അടിക്കുന്നത് അതിൻ്റെ ഉടമയാണ്. ഈ ഒരു ബിസിനസ്സിൻ്റെ റിയാലിറ്റി ഞാനൊന്ന് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ചില ആളുകൾക്ക്, അല്ലാത്ത ആളുകൾക്ക് ഇതിനകത്തൊരു വാല്യൂവും തോന്നില്ല. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേയധികം കുട്ടികളുടെ സ്ട്രഗിൾ ഞാൻ കാണുന്നുണ്ട്. ജസ്റ്റ് ടീനേജൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കോളേജ് പഠനമൊക്കെ കഴിഞ്ഞിട്ട് ബിസിനസ് ആരംഭിക്കുകയാണ്, കാർ വാഷ് ബിസിനസ്. 2-3 പാർട്ട്നേഴ്സാണ്. അവരതിൽ നിന്ന് ശോഭനമായിട്ടുള്ളൊരു ഭാവി എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. നടക്കുമോ? ഉള്ള കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം. ഈ ഒരു ബിസിനസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിച്ച് ആകാൻ, ഈ ഒരു ബിസിനസ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് റിച്ച് ആകാനായിട്ട് പറ്റില്ല. പ്രോഫിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിലും വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഇത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത്ര കുറച്ച് റിട്ടേൺ കിട്ടുന്ന ഒരു ബിസിനസ് ഇത് മാത്രമേ ഉള്ളൂ. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കൂടുതലാണ്, റിട്ടേൺ വളരെ കുറവാണ്. ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നിങ്ങളൊരു 20 ലക്ഷം രൂപ 30 ലക്ഷം രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലാഭം പ്രതീക്ഷിക്കുന്ന സമയത്ത് ഒരു ഡെയിലി 5000 രൂപയ്ക്ക് മുകളിലൊക്കെ ഉള്ള ഒരു പ്രോഫിറ്റ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം. ഡെയിലി ഒരു 5000 രൂപയെങ്കിലും പ്രോഫിറ്റ് കിട്ടാത്തൊരിടത്തേക്ക് 20-30 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. അതിൻ്റെ പലിശയൊക്കെ അത് ഭീകരമായിരിക്കും. ഇപ്പോൾ തന്നെ കുറേയധികം ആളുകൾക്ക് മനസ്സിനൊരു വിഷമം ഉണ്ടായിട്ടുണ്ടാവും. പല ആളുകളും വീഡിയോ മുഴുവനായിട്ട് കാണാൻ സാധ്യതയില്ല. ഞാൻ ആദ്യം തന്നെ അതിൻ്റെ ഒരു മാത്സ് അങ്ങോട്ട് പറയാം, കണക്കങ്ങോട്ട് പറയാം. ഒരു ദിവസം നമുക്ക് 9 മണിക്കൂറാണ് മാക്സിമം വർക്ക് ചെയ്യാനായിട്ട് ലഭിക്കുന്നത്. രാവിലെ ഒരു 9 മണിക്ക് ആരംഭിക്കുക. നിങ്ങളുടെ അത്ര ആത്മാർത്ഥത, ഉടമയുടെ അത്ര ആത്മാർത്ഥതയൊന്നും പലപ്പോഴും ജോലിക്കാർക്ക് ഉണ്ടാവില്ല. അവർ 9 മണിക്ക് ആരംഭിച്ചു, വൈകിട്ട് അവർ 6 മണി വരെ വാഷ് ചെയ്തു എന്ന് വിചാരിക്കുക. രാത്രിയിലുള്ള വാഷിംഗ് എന്ന് പറയുന്ന റിസ്ക്കാണ്. കാരണം കംപ്ലയിൻറ്റ്സ് വളരെ കൂടുതലാണ്. നമുക്ക് ചെളിയൊക്കെ എവിടെ ഇരിക്കുന്നതെന്നൊക്കെ കാണാൻ പറ്റില്ലല്ലോ. ഒത്തിരിയധികം ഗ്യാപ്സൊക്കെ ഉണ്ട് വണ്ടിക്ക്. ഇപ്പോൾ ഈ 9 മണിക്കൂറുള്ള നിങ്ങൾ എത്ര വണ്ടി കഴുകണം? 9 മണിക്കൂറിൽ 2 വണ്ടി വെച്ച് നിങ്ങൾ കഴുകി കഴിഞ്ഞാൽ 2 9 18 വണ്ടിയാണ്. ഈ 18 വണ്ടി നിങ്ങൾ കഴുകുകയാണെന്ന് വെച്ചു. ഈ 18 വണ്ടി കഴുകാനായിട്ട് 2 പേരെ കൊണ്ട് വലിയ പാടാണ്. കാരണം ഒരാൾ വണ്ടി കഴുകണം, ഒരാൾ തുടയ്ക്കണം. ഒരാൾക്ക് ഒറ്റയ്ക്ക് 18 വണ്ടി ഇൻറ്റീരിയർ വാക്വം ചെയ്ത് മാറ്റൊക്കെ എടുത്ത് കൊട്ടിക്കുടഞ്ഞ് അല്ലെങ്കിൽ അതൊക്കെ കഴുകാനായിട്ട് കൊണ്ടുപോയി കൊടുത്ത് പുറത്തെ വെള്ളമൊക്കെ തുളച്ച് കളഞ്ഞ് അകത്ത് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ കുറച്ച് പോളിഷൊക്കെ ഇട്ട് ടയറിലൊക്കെ കുറച്ച് പോളിഷിട്ട് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെ ഒരു 2-3 സ്റ്റാഫൊക്കെ പലപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട്. വാഷിങ് ഒരാൾക്ക് തന്നെ പലപ്പോഴും ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ 2 പേര് ഇത്ര വണ്ടിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൈകാര്യം ചെയ്യേണ്ടി വരും. ഇവർക്ക് എന്നാ സാലറി കൊടുക്കണം? നിങ്ങളാണെങ്കിൽ ഈ പണി എത്ര രൂപയ്ക്ക് ചെയ്യും? ഇപ്പോൾ ഇതിനകത്ത് ഈ വണ്ടി തുടയ്ക്കുന്ന ഇൻറ്റീരിയർ വാക്വം ചെയ്യുന്ന ആൾക്ക് 400 രൂപയേ ഉള്ളൂ സാലറി എന്ന് വിചാരിക്കാം. 400 രൂപയ്ക്കൊന്നും ഇന്നത്തെ കാലത്ത് ആരും പണിയെടുക്കത്തില്ല. 400 രൂപ സാലറിയുള്ള 2 ആളുകൾ, അവർക്ക് 800 രൂപ. ഇനി വാഷിങ് ചെയ്യുന്ന ഒരാൾ തന്നെ ഒരു 600 രൂപ 700 രൂപയൊക്കെ വാങ്ങും. അയാൾക്ക് ഒരു 700 രൂപ സാലറി കിട്ടുമെന്ന് വിചാരിക്കുക. അവിടെ നമുക്കൊരു അഡീഷണൽ സ്റ്റാഫും കൂടെ വേണം.
ഒരു 700 രൂപ സാലറി കൂടി കിട്ടും. 1400 രൂപ മിനിമം നമ്മൾ സ്റ്റാഫിന് കൊടുക്കണം. ഈ 1400 രൂപ മിനിമം നമ്മൾ സ്റ്റാഫിന് തന്നെ കൊടുക്കണം. അപ്പോൾ തന്നെ 3 വണ്ടി അടുപ്പിച്ച് കഴുകണം ഇവർക്ക് പണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ. ഈ 1400 രൂപ പണിക്ക് എന്നും പണിക്കാർ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, പണിക്കാരൊന്നും എന്നും നിൽക്കത്തൊന്നുമില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ച് പോവും. കാരണം ഇത് തുച്ഛവേതനാണ്. പലപ്പോഴും 40% കാർ വാഷിംഗ് സെക്ടറിൽ തൊഴിലാളികൾ വേതനമായിട്ട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒരു റൂളൊക്കെ ഉണ്ട്. നമ്മളൊക്കെ 40%-ത്തിനൊക്കെ പണിക്കാരെ നിർത്തി പണിയിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് പല മോഡൽസും വർക്ക് ചെയ്യുന്നത്. കാരണം വണ്ടിയില്ലാത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ പണം കൊടുക്കേണ്ടി വരും. 40% തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. ഇവർക്ക് നമ്മൾ 40% കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ 18 വണ്ടി കഴുകി. അപ്പോൾ ഈ 9000-ൽ നിന്ന് ഒരു 3600 രൂപ നമ്മളങ്ങ് കുറച്ചു. ബാക്കി നമുക്ക് 5400 രൂപയെ മിച്ചമുള്ളൂ. ഇവിടെ ഒരു മാനേജർ വേണം. മാനേജറായിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സാലറി കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ അവനും നമ്മളൊരു 700 രൂപ കൊടുക്കണം. ഇപ്പം 4700 ഓക്കെ, മാനേജറായിട്ട് വേറൊരാളെ വെക്കുന്നില്ല, നിങ്ങൾ തന്നെയാണ് നിൽക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ 5400 രൂപ ബാലൻസ് ഉള്ളതിൽ നിന്ന് നിങ്ങൾക്കൊരു 1400 രൂപ സാലറി കണക്കാക്കിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്തിനാണ് ഉടമയ്ക്ക് സാലറി? അവിടെയാണ് ഏറ്റവും വലിയ ഫെയിലർ ഉണ്ടാകുന്നത്. പല പിള്ളേരും അത് ചിന്തിക്കുന്നില്ല. നിങ്ങളുടെ ഈ പ്രായത്തിൽ, നിങ്ങളുടെ ഈ ചെറിയ പ്രായത്തിൽ നിങ്ങളൊരു ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത്, നിങ്ങളവിടെ പോയി വെറുതെ നിൽക്കുന്ന സമയത്ത് 10,000-3000 രൂപ ബാലൻസ് കിട്ടുന്ന സമയത്ത്, 5000 രൂപ ബാലൻസ് കിട്ടുന്ന സമയത്ത് അത് നിങ്ങളുടെ പ്രോഫിറ്റ് ഒന്നുമല്ല, നിങ്ങളുടെ സാലറി മാത്രമാവുന്നുള്ളൂ. നിങ്ങളുടെ പ്രായം, നിങ്ങളുടെ എഫേർട്ട്, നിങ്ങൾക്ക് സാലറി വേണ്ടേ? നിങ്ങളുടെ ബാക്കി കാര്യങ്ങളൊക്കെ നടത്തണ്ടേ? നിങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ പേഴ്സണൽ എക്സ്പെൻസുകളുണ്ട്, നിങ്ങൾക്കൊരു സാലറി വേണം. ആ സാലറി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, ആ സാലറി പോലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങരുത്. നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്കൊരു സാലറി എടുക്കാൻ പറ്റണം. അതിന് മുകളിലുള്ളതാണ് പ്രോഫിറ്റ്. ഇപ്പം നിങ്ങളുടെ സാലറി എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് നമുക്ക് ബാലൻസ് കിട്ടുന്നത് 4000 രൂപയാണ്. വെറും 1400 രൂപയെ നിങ്ങളുടെ സാലറി ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ഇത്ര വിദ്യാഭ്യാസമുള്ള ആളുകളാണ്. 1400 സാലറി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ പിന്നീട് ബാലൻസ് ഉള്ളത് 4000 രൂപയാണ്. ഈ 30 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ 20 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു പ്രസ്ഥാനത്തിന് ഡെയിലി 18 വണ്ടികൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ, അതും 500 രൂപയുടെ വണ്ടികൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ 4000 രൂപയെ ബാലൻസ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കിതെങ്ങനെ റൺ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും? ഇനി 4000 രൂപയ്ക്കകത്തും നമുക്ക് എന്തൊക്കെ ചിലവുകൾ നടത്തേണ്ടതുണ്ട്? 30 ലക്ഷം രൂപയ്ക്ക് ഒരു മാസം എങ്ങനെ കളിച്ചാലും ഒരു 50,000 രൂപയൊക്കെ ബിസിനസ് ലോൺ ആവുന്ന സമയത്തും നമുക്ക് അടയ്ക്കേണ്ടി വരും. അപ്പോൾ 50,000 രൂപ ഒരു മാസം അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾ എത്ര മാറ്റി വയ്ക്കേണ്ടി വരും? ഒരു 1500 രൂപയെങ്കിലും മിനിമം മാറ്റി വയ്ക്കേണ്ടി വരില്ലേ? അപ്പോൾ ഈ 4000-ൽ നിന്ന് 1500 അങ്ങോട്ട് കുറച്ചു, 2500 ബാലൻസ് ഉണ്ട്. ഈ 2500 ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ലാഭമാണോ? അത് വലിയ ലാഭമൊന്നുമല്ല. കാരണം അതിനകത്ത് ഇലക്ട്രിസിറ്റി കോസ്റ്റ് ഉണ്ട്, ബാക്കിയുള്ള സംഗതികളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു 500 കൂടെ കുറച്ചു, ബാലൻസ് ഒരു 2000 ഉണ്ട്. ഈ 2000 നമ്മുടെ കയ്യിൽ നിൽക്കുമോ? ഇല്ല. ഒത്തിരിയധികം സാധനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വാങ്ങേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഓരോരോ സാധനങ്ങൾ കംപ്ലയിൻറ്റ് വരുമ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഈ 2000 നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കുക. ഈ 2000 എത്ര ദിവസം കിട്ടും? ഒരു ദിവസം 18 വണ്ടി വരുന്ന ദിവസങ്ങൾ ഏതൊക്കെ ദിവസങ്ങളാണ്? റൂറൽ ഏരിയയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും വണ്ടികൾ വരില്ല. നിങ്ങൾക്ക് തൊഴിലാളികൾക്ക് തന്നെ കൊടുക്കാനായിട്ട് തികയില്ല, ലോൺ അടയ്ക്കാൻ തന്നെ തികയത്തില്ല. ഈ സ്ഥലത്തിൻ്റെ റെൻ്റൊന്നും നമ്മൾ ഇതിൽ നിന്ന് കുറച്ചിട്ടില്ല കേട്ടോ. നല്ല പ്രൈം ലൊക്കേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്വന്തം പ്രോപ്പർട്ടി ആണെങ്കിൽ ഇത്രയെങ്കിലും മിസ് ഉണ്ടാവും. പ്രൈം ലൊക്കേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു 1000 രൂപയൊക്കെ റെൻറ്റ് കൊടുക്കേണ്ടി വരും. ഇതിൽ നിന്ന് എന്ത് മിസ്സും കിട്ടും? നിങ്ങളൊരു 25 വണ്ടി കഴിക്കുമെങ്കിൽ പോലും നിങ്ങൾക്ക് വലിയ കാര്യമായിട്ട് ഇതിൽ നിന്നൊന്നും ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് റിച്ച് ആവാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ യങ്സ്റ്റേഴ്സൊക്കെ വേറെ ബിസിനസ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതാണ് നല്ലത്. ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വേഴ്സസ് റിട്ടേൺ എന്ന് പറയുന്നത് പരമശോകമാണ്. അല്ലെങ്കിൽ സെറാമിക് കൂട്ടിങ്, പോളിഷിങ്, ഡെൻറ്റിങ്, പെയിൻറ്റിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികൾ ഇതിൻ്റെ കൂടെ ആരംഭിക്കേണ്ടി വരും. അവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ലേബേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ സ്കിൽഡ് ആയിട്ടുള്ള മലയാളി വർക്കേഴ്സൊന്നും നാട്ടിൽ നിന്ന് പണിയാനായിട്ട് ഇന്നത്തെ കാലത്ത് യങ്സ്റ്റേഴ്സൊന്നും റെഡിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ചാടി പോകുന്ന എംപ്ലോയീസ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വർക്ക് എടുത്തു കഴിഞ്ഞാൽ ഓൺ ടൈമിൽ ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇത് നല്ല ബിസിനസ് അല്ല എന്നുള്ളതല്ല. ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മുടെ എഫേർട്ടും അനുസരിച്ചിട്ടുള്ള റിട്ടേൺ നമുക്ക് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇതങ്ങനെ നോക്കുന്ന സമയത്ത് ശോകമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. ഇത് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്. സ്വന്തമായിട്ടൊരു ഫ്യൂവൽ സ്റ്റേഷനുണ്ട്, പെട്രോൾ പമ്പോ സംഗതികളോ ഉണ്ട്. അവിടെ ഒരു വീൽ അലൈൻമെൻറ്റ് ഷോപ്പുണ്ട്. അല്ലെങ്കിൽ വണ്ടികളുമായി ബന്ധപ്പെട്ട ബാക്കി സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്ന വർക്ക്ഷോപ്പുണ്ട്, പുക പരിശോധനയുണ്ട്,
അങ്ങനെയുള്ള കുറേയധികം സംവിധാനങ്ങളുണ്ട്. ഒരു വണ്ടിക്കുള്ള എല്ലാ പാക്കേജും കൂടെ കൊടുക്കാൻ പറ്റുന്ന ഒരിടത്താണെങ്കിൽ ഒരു കാർ വാഷ് ഒരു അഡീഷണൽ റവന്യൂ എന്നുള്ള രീതിയിൽ സൈഡിൽ കൂടെ ഇങ്ങനെ റണ്ണായി പോയിക്കോളും. പിന്നെ ഇതുപോലുള്ള ബിസിനസ്സുകളുടെ പ്രധാനപ്പെട്ട മറ്റൊരു സൈഡുണ്ട്, നീഡ് വേഴ്സസ് വാണ്ടെന്ന് നമ്മളെപ്പോഴും പല ബിസിനസ്സുകളിലും പറയാറുണ്ട്. ഇതിലത് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിലും ഇതൊരു അവശ്യ സർവീസ് അല്ല, പലപ്പോഴും ഇതൊരു അത്യാവശ്യ സംഭവമല്ല. ഇതില്ല എന്നുണ്ടെങ്കിലും ആളുകൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റും, ഇത് സ്വന്തമായിട്ടും ചെയ്യാനായിട്ട് പറ്റും. പല ആളുകളും സ്വന്തമായിട്ട് ഇത് ചെയ്യാറുണ്ട്. സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അതിന് കുറച്ച് ബെനിഫിറ്റ് കൂടുതലുണ്ട്. സമയം നമുക്ക് വീട്ടിൽ ഇരുന്നിട്ട് ചെയ്താൽ മതി. കാർ വാഷിൽ പലപ്പോഴും പോയി ക്യൂ നിൽക്കേണ്ടി വരും. എല്ലാവർക്കും ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തുടങ്ങുന്നവനും നഷ്ടം ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പല ആളുകളും കാർ വാഷൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് വീട്ടിൽ വാഷ് ചെയ്യാറുണ്ട്. അതിന് ഈസി ആയിട്ടുള്ള കുറേയധികം സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇതിനുണ്ട്. ആളുകൾക്ക് വേണ്ട എന്ന് വെക്കാനായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇപ്പോൾ കാർ വാഷിൽ 2-3 വണ്ടികൾ കിടക്കുകയാണ്. ബാക്കിയുള്ള ബിസിനസ്സിൽ തിരക്ക് കൂടുന്ന സമയത്ത് നമുക്ക് കച്ചവടത്തെ അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും കാർ വാഷിൽ പലപ്പോഴും അതും നമുക്ക് പണിയാവും. 2-3 വണ്ടി ഒന്നിച്ച് കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പല ആളുകളും അന്ന് ഇന്ന് കഴുകണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ബിസിനസ്സിൽ ലോസ് വരാനായിട്ടുള്ള, കച്ചവടം കുറയാനായിട്ടുള്ള ഇഷ്ടം പോലെ പരിപാടികളാണ്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 മാസത്തേക്ക് പരമശോകമായിരിക്കും പരിപാടി. ആളുകൾ എപ്പോഴും ചെളി പറ്റുന്ന ഒരു സാഹചര്യത്തിൽ വണ്ടി കഴുകാനായിട്ട് കൂടെ കഴുകാനായിട്ട് റെഡിയാവുമോ? അപ്പോൾ അവരെന്തെങ്കിലും കൂടായ്പ പരിപാടികളിൽക്കിടെയൊക്കെ പരിപാടി സെറ്റ് ചെയ്തുകൊണ്ട് പോകും. സാധാരണ ഒരു ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട്. അത് നമ്മൾ നിർബന്ധപൂർവ്വം പല ബിസിനസ്സിലും ചെയ്യുന്നതാണ്. ലാഭമുണ്ട് നമുക്ക് ഉറപ്പുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോ ഒക്കെ ആലോചിക്കാറുണ്ട്. ഇതിൻ്റെ കാര്യത്തിൽ വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് അനുഭവിച്ചിട്ടുള്ളതാണ്. ഒരു വണ്ടി പോലും വരാത്ത ദിവസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലും നിങ്ങൾക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളുണ്ട്. റെൻറ്റ്, ലോൺ റീപേയ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ ആലോചിച്ചിട്ട് മാത്രം ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുക. ഇനി ഇതെല്ലാം കേട്ടു, കുഴപ്പമൊന്നുമില്ല, ഞാനത്ര യങ് ഏജിലൊന്നുമല്ല, ഞാനൊരു റിട്ടയർമെൻറ്റിലാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു ഗൾഫിൽ നിന്ന് വന്ന ഒരാളാണ്, എനിക്കിങ്ങനെയുള്ളൊരു ചെറിയ ബിസിനസ്സൊക്കെ നോക്കി നടത്തി മുന്നോട്ടേക്ക് വീട്ടു ചിലവിനൊക്കെ ഉള്ളത് കിട്ടി മുന്നോട്ടേക്ക് പോയാൽ മതി എന്നേ ഉള്ളൂ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ മതി, എനിക്ക് സ്വന്തം സ്ഥലമൊക്കെ ഉണ്ട്, അതേപോലെ തന്നെ എനിക്ക് 19 കാറ് വരും എന്നുള്ള ഉറപ്പുണ്ട്, എൻ്റെ സ്ഥലം അങ്ങനെയാണ്, 5-6 വാഷ് ബേക്ക് സെറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാനായിട്ട് എനിക്ക് പറ്റുമെന്നൊക്കെ ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. അതിലൊന്നാമത്തെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ലാൻഡാണ്. ഈ കാർ വാഷ് തുടങ്ങാനായിട്ടുള്ള ഒരു ലാൻഡ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒത്തിരിയധികം ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട് ആ ഒരു ലാൻഡ് നമുക്ക് പിന്നീട് മറ്റൊരു യൂസിന് ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഇത്തിരി ടഫായിട്ടുള്ള സംഗതിയാണ്. കൃഷി ആവശ്യങ്ങൾക്കൊന്നും പലപ്പോഴും പറ്റില്ല. അതേപോലെ തന്നെ റെസിഡൻഷ്യൽ പർപ്പസിന് നമുക്ക് പലപ്പോഴും അത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ നമ്മുടെ ഇവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നിയമങ്ങളൊക്കെ വളരെ കർക്കശമാണ് എന്നുണ്ടെങ്കിലും നമ്മൾ ഇതിനു വേണ്ടിയുള്ള പ്ലാന്റുകളൊക്കെ വാട്ടർ റീസൈക്ലിംഗ് പ്ലാന്റൊക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ലാൻഡ് പിന്നീട് യൂസ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഇത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ കൺസെൻറ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് വരും. ഫ്യൂച്ചറിലും അത് പ്രശ്നമാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വാഷ് ചെയ്യുന്നതിലെ വെള്ളം മാത്രമേ നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കുറേ സംഭവങ്ങളുണ്ട്. വണ്ടിയുടെ ഗ്രീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ആ ഒരു മണ്ണ് നമ്മൾ പലപ്പോഴും ആ ഒരു ലാൻഡിലേക്ക് തന്നെ ആയിരിക്കും എടുത്തിരുന്നത്. അത് പതുക്കെ അവിടെയൊക്കെ അങ്ങോട്ട് നിരന്നു കഴിഞ്ഞാൽ അവിടെയുള്ള കിണറ്റിലേക്കൊക്കെ ഈ ഓയിലിൻ്റെ അംശങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്കുള്ള മണ്ണല്ല. നമ്മുടെ റാമ്പിൽ നിന്നൊക്കെ ഡെയിലി ഇങ്ങനെ നമ്മൾ 1-2 കൊട്ട മണ്ണൊക്കെ കോരി കളയേണ്ടി വരും. ആ ഒരു മണ്ണ് അവിടെ തന്നെ ഇടുന്ന സമയത്ത് ലാൻഡിന് ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ലാൻഡ് സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല വാട്ടർ ബോഡീസൊക്കെ ഉള്ള ലാൻഡാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വാട്ടർ ബോഡീസിൽ നിന്ന് കൃത്യമായിട്ടുള്ള അകലം നമ്മൾ നമ്മുടെ ഈ ഒരു കാർ വാഷിന് പാലിക്കണം. അത് പഞ്ചായത്തിൻ്റെ ബിൽഡിംഗ് റൂൾസിലൊക്കെ ഉണ്ട് എത്ര അകലം എന്നുള്ളത്. തോട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ 5-6 മീറ്ററൊക്കെ വിട്ടിട്ട് നമ്മളിത് പണിയുന്നതാണ് ഏറ്റവും സേഫ്. ഈ ട്രീറ്റ് ചെയ്ത വെള്ളം പുറത്തേക്ക് വിടുന്ന സമയത്തും പൂർണ്ണമായിട്ടും റീസൈക്കിൾ ചെയ്ത് ക്ലിയർ വാട്ടറായിട്ട് മാത്രമേ പുറത്തേക്ക് വിടാനായിട്ടുള്ള വഴിയുള്ളൂ. അപ്പോൾ ആ വെള്ളം താഴുന്ന സ്ഥലമാണോ എന്നുള്ളത് നോക്കണം. അപ്പോൾ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വേണം. അതിന് 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെയൊക്കെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിൽ 3 ടാങ്കുകൾ നമ്മൾ മണ്ണിൽ ഫിറ്റ് ചെയ്യുകയാണ്. ഒരു ടാങ്കിലേക്ക് വെള്ളം വരുന്നു, അവിടെ നിന്ന് മറ്റൊരു ടാങ്കിലേക്ക് പോകുന്നു. വാട്ടർ പ്യൂരിഫിക്കേഷൻ്റെ സിസ്റ്റമൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഈ വെള്ളം റീസൈക്കിൾ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു സ്പേസ് നമുക്ക് വേണം.
ആ ഒരു ടാങ്കൊക്കെ നമ്മൾ മണ്ണിനടിയിൽ വെക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ടാങ്കിൻ്റെ മുകളിലേക്ക് വണ്ടിയൊക്കെ വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ അത്ര സ്ഥലം നമ്മൾ വിട്ടുകൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്ക് വണ്ടി വരണമെന്നുണ്ടെങ്കിൽ അത്ര ബലവത്തായിട്ടുള്ള സ്ലാബുകളൊക്കെ നമ്മളതിൽ സിവിൽ വർക്കിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇതിന് ധാരാളം വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ നല്ലപോലെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയിൽ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് വണ്ടി കഴുകി കൊടുക്കേണ്ടി വരും. അത് ഭയങ്കര നഷ്ടമാണ്. അതങ്ങനെ മുന്നോട്ടേക്ക് പോകത്തില്ല. അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി സപ്ലൈ കൃത്യമായിട്ട് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ഏരിയ ആയിരിക്കണം. എപ്പോഴും കറണ്ട് പോകുന്ന ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോട്ടറൊക്കെ 3 HP മുതൽ 7 HP വരെയുള്ള മോട്ടറുകൾ പ്രവർത്തിപ്പിക്കാനായിട്ട് പറ്റില്ല. ജനറേറ്റർ വെച്ചിട്ട് ഞങ്ങളൊക്കെ ഓടിക്കാറുണ്ട്. എന്നാലും അത് നമുക്ക് വലിയ ഡീസൽ എക്സ്പെൻസ് ഉണ്ടാക്കി വയ്ക്കും. അപ്പോഴും നമുക്ക് ലാഭം വലിയ കാര്യമായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ലാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പെർമിഷൻ വേണം. ചുറ്റുപാടുമുള്ള വീടുകളുടെ ചുറ്റുപാട് താമസിക്കുന്ന ആളുകളുടെ കൺസെൻറ്റ് നിങ്ങൾക്ക് വേണം. പഞ്ചായത്തിൻ്റെ അപ്രൂവൽ വേണം. ബിൽഡിംഗ് പെർമിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇതിൽ മെയിൻ ഒരു റോള് വഹിക്കുന്നുണ്ട്. 3 ഫേസ് കണക്ഷൻ നിങ്ങൾക്ക് വേണം. KSEBയുടെ ഒരു പെർമിഷനും നിങ്ങൾക്ക് വേണം. അപ്പോൾ ലാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ലാൻഡിൻ്റെ ഒരു വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ വാഷൊക്കെ ആളുകൾ സെർച്ച് ചെയ്ത് വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ മെയിൻ ഹൈവേ ഫ്രണ്ടേജിൽ വലിയ റെൻറ്റ് കൊടുത്തിട്ട് ഒരു പ്രോപ്പർട്ടി എടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് മാർക്കറ്റിംഗ് സ്കിൽസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത്തിരി ഉള്ളിലാണെന്നുണ്ടെങ്കിലും വണ്ടികൾ വന്നു പോകാനുള്ള സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിലാണെങ്കിലും ഈ ഒരു പരിപാടി ചെയ്യാം. ലാൻഡ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഒത്തിരി വെള്ളം ഉള്ള ഒരു ഏരിയ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കണ്ടമൊക്കെ എടുത്തു കഴിഞ്ഞാൽ, മണ്ണ് നികത്തിയ ഒരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സിവിൽ വർക്കിൽ പെട്ടുപോകും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി മണ്ണ് JCBക്ക് അങ്ങോട്ട് മാന്തുമ്പോൾ തന്നെ വെള്ളം വരും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പില്ലറടിച്ച് ഫൗണ്ടേഷനൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ ലിഫ്റ്റ്, മറ്റേ വണ്ടി വാഷ് ചെയ്യുന്ന സമയത്ത് ലിഫ്റ്റിൽ ഉയർത്തുന്ന കണ്ടിട്ടില്ല, ആ ഒരു ലിഫ്റ്റൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് നല്ല സിവിൽ വർക്ക് വേണ്ടി വരും. കാരണം വെള്ളമുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് കൃത്യമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇത് വർക്കാവത്തുള്ളൂ. അപ്പോൾ സിവിൽ വർക്ക് അവിടെ ഒത്തിരി അധികം വേണ്ടി വരും. അതുകൊണ്ട് ഇത്തിരി ഡ്രൈ ലാൻഡ്, വെള്ളം കിണർ കുത്തി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഏരിയ ആയിരിക്കും അതിന് ഏറ്റവും ബെറ്റർ. ഇനി ആളുകൾക്ക് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കാറ്റഗറീസ് ആണല്ലോ അറിയേണ്ടത്. ഏതൊക്കെ ഇടങ്ങളിലാണ് പൈസ ചിലവാകുന്നത്? ആളുകൾ വിചാരിക്കും മെയിൻ സംഭവം ഇതിൻ്റെ മോട്ടറാണ്, മെഷീനാണ് എന്നുള്ളത്. മെഷീൻ ഇതിനകത്ത് വലിയ റോളൊന്നുമില്ല. മെഷീന് വലിയ പൈസയൊന്നുമില്ല. നിങ്ങൾക്ക് 1 ലക്ഷം രൂപ മുതൽ നല്ല മെഷീൻസ് അവൈലബിൾ ആണ്. കോയമ്പത്തൂരൊക്കെ അൺബ്രാൻഡഡ് ആയിട്ടുള്ള മെഷീൻസൊക്കെ നിങ്ങൾക്ക് കിട്ടും. അത് നല്ല രീതിയിൽ ഈട് നിൽക്കും. ബ്രാൻഡഡ് ആണ്, നല്ല സർവീസ് സപ്പോർട്ടൊക്കെ വേണം എന്നുണ്ടെങ്കിൽ 7 ലക്ഷം രൂപയൊക്കെ മുടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മോട്ടറുകൾ കിട്ടും. 3 HP മുതൽ 7 HP വരെയുള്ള മോട്ടറുകൾ അവൈലബിൾ ആണ്. അണ്ടർ ബോഡിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ കഴുകുന്ന സംവിധാനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 7 ലക്ഷം രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഒതുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഓട്ടോമാറ്റിക് കാർ വാഷ് സിസ്റ്റമൊക്കെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ 15 ലക്ഷം അല്ലെങ്കിൽ 12 ലക്ഷം അല്ലെങ്കിൽ 9 ലക്ഷത്തിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ചില യൂണിറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസിയും അത്രയൊക്കെ ഉണ്ടാവത്തുള്ളൂ. അത് ഭയങ്കര നഷ്ടം പരിപാടിയാണ് ഈ ഓട്ടോമാറ്റിക് കാർ വാഷ് എന്ന് പറയുന്നത്. അത് റിസ്ക് ആണ്. നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഏറ്റവും നല്ല രീതിയിൽ തിരിച്ചു പിടിക്കാൻ പറ്റുന്നത് സാധാരണ ഈ പറയുന്ന നല്ല ഹെവി മോട്ടറൊക്കെ വെച്ചിട്ടുള്ള സംഭവമാണ്. ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയല്ല. എന്താണെങ്കിലും നമുക്ക് ലേബർ വേണം. ഇത് തുടയ്ക്കാനായിട്ടും വണ്ടി കയറ്റിയിടാനായിട്ടും നന്നായിട്ട് കഴുകാനായിട്ടും ഈ ഓട്ടോമാറ്റിക്കിൻ്റെ ഡിഫക്റ്റുകൾ പരിഹരിക്കാനും തന്നെ ആളുകൾ വേണം. അപ്പോൾ നഷ്ടമുള്ളൊരു സംഗതിയാണ്. സിവിൽ വർക്കിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പണമാവുന്നത്. 5 ലക്ഷം മുതൽ 8 ലക്ഷം വരെയൊക്കെ നമുക്ക് സിവിൽ വർക്കിനാവും. വളരെ ഡ്രൈ ലാൻഡാണ്, ലാറ്ററൈറ്റ് സോയിലാണ്, വെട്ടുകല്ലിൻ്റെ ലാൻഡാണ്, ഫൗണ്ടേഷനൊന്നും വലിയ കാര്യമായിട്ട് വേണ്ട. ലിഫ്റ്റ് ഉണ്ടല്ലോ, വണ്ടി ഉയർത്തുകയും താത്തുകയും ചെയ്യുന്ന ലിഫ്റ്റ്. അപ്പോൾ അതൊക്കെ ഫിറ്റ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പില്ലർ ബീം സ്ട്രക്ചറിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഡ്രസ് വർക്കിൽ ഈ പരിപാടി ചെയ്യാം. വെറുതെ ഷെഡ് അടിച്ചിട്ട് ചെയ്യാം. എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് അതിനൊരു 5 മുതൽ 8 ലക്ഷം രൂപ വരെയൊക്കെ ആവും. ഞാൻ പറഞ്ഞ പോലെ നല്ല കണ്ടം നികത്തിയ മണ്ണൊക്കെയാണ്, ഒത്തിരി വെള്ളമൊക്കെ ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ സ്ട്രക്ചർ വർക്കിൽ തന്നെ നിങ്ങളുടെ കാശ് ഒത്തിരി പോകും. ഇനി വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, അതിനൊരു 2 മുതൽ 4 ലക്ഷം വരെയൊക്കെയാണ് പറയപ്പെടുന്നത്. വലിയ പ്ലാന്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, ഒത്തിരി സിവിൽ വർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൈസയാവും. കാരണം ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ വരണം, അവരുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അതിൻ്റെ എക്യുപ്മെൻറ്റ് കോസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ടൊരു മാൻ പവറും കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. ഇനി ഏറ്റവും വലിയ എക്സ്പെൻസ് എവിടെയാണ് വരുന്നത്? ലാൻഡിൻ്റെ കാര്യത്തിലൊക്കെയാണ്. ഇപ്പോൾ ലാൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹൈവേ സൈഡിലാണ് ലാൻഡ് വേണ്ടത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ റെൻ്റ് എടുക്കുന്ന ആളുകളുടെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത്. ലീസൊക്കെ എടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 5 ലക്ഷം രൂപയൊക്കെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നൽകേണ്ടി വരും. 3 മുതൽ 5 വരെയൊക്കെ കൊടുക്കേണ്ടി വരും. ചില ലാൻഡിലൊക്കെ 10 വരെ അവർ ചോദിക്കും. കാരണം ഡെയിലി 1000, 1500, 2000 രൂപയൊക്കെ വാടക ചോദിക്കുന്ന, മാസം 50,000 ഒക്കെ ചോദിക്കുന്ന ഒരു തിരക്കുള്ള റോഡിൻ്റെ സൈഡിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചിട്ടുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കേണ്ടി വരും. പിന്നെ മാർക്കറ്റിങ്ങിന് വേണ്ടി നമുക്കൊരു 19,000 രൂപയൊക്കെ മിനിമം കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു ബോർഡും ഡിസൈനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ട. 50 കൊണ്ടൊന്നും തീരത്തില്ല. ഒരു ബോർഡൊക്കെ വെക്കണമെങ്കിൽ എന്ത് പൈസയാണ്. ഈ കാണുമ്പോൾ പ്രീമിയം ആവണ്ടേ, പ്രീമിയം വണ്ടികളൊക്കെ വരണ്ടേ. ലോക്കലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രീമിയം വണ്ടികൾ വരത്തില്ല. പ്രീമിയം വണ്ടികൾ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് പണം കിട്ടുന്നത്.
നമ്മൾ ഓക്കെ വലിയ വണ്ടികൾ വരുമല്ലോ, അപ്പോൾ നല്ല പൈസ വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ വള്ളി പിടിക്കാതിരിക്കുന്നതാണ് കാർ വാഷ് തുടങ്ങുന്ന ആളുകൾ ചെയ്യേണ്ടുന്ന ആദ്യത്തെ കാര്യം. കാരണം ഒരു പിക്കപ്പ് അല്ലെങ്കിൽ ഒരു ടിപ്പറൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം പോകും. ഒരു ദിവസം നമ്മൾ പണിയെടുത്തിട്ട് അല്ലെങ്കിൽ അര ദിവസം പണിയെടുത്തിട്ട് 1500 2000 വാങ്ങുന്നതിൽ നമുക്കൊരു ലാഭവും കാര്യങ്ങളൊന്നുമില്ല. പ്രീമിയം വണ്ടികളാണ് എപ്പോഴും നമുക്ക് പണം തരുന്ന വണ്ടികൾ. കാരണം ഒരു നല്ല ബെൻസോ BM ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് കഴുകി കൊടുക്കുന്നത് നമുക്ക് ലാഭമാണ്, 300 രൂപയ്ക്ക് കഴിക്കാൻ ലാഭമാണ്. കാരണം അതിൻ്റെ ഓണർ ആ ഒരു വണ്ടി ചെളി പിടിച്ചിട്ടുള്ള വഴികളിൽ കൂടെയോ അല്ലെങ്കിൽ ലോഡുകൾ അടിക്കാനായിട്ടോ ഒന്നും പോകത്തൊന്നുമില്ല. അതിനെ നമുക്ക് ഈസി ആയിട്ട് കഴുകിയെടുക്കാൻ പറ്റും. അതിൻ്റെയൊക്കെ ഡോർ സൈഡിൽ പോലും പലപ്പോഴും ചെളിയൊന്നും കയറിയിരിക്കില്ല, കാരണം ഗ്യാപ്പൊക്കെ കറക്റ്റായിരിക്കും. പകരം നിങ്ങൾക്ക് ഒരു മാരുതി വാനാണ് വരുന്നത്, അത് കാറ്ററിംഗ് യൂസിന് വേണ്ടി കൊണ്ടുപോകുന്നൊരു വണ്ടിയാണ്, അല്ലെങ്കിൽ ഫാമിലെ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ കാറാണെന്നേ ഉള്ളൂ, പണി നിങ്ങൾക്ക് വളരെയധികം കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്, അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് സൈറ്റ് കാണാതെ പലപ്പോഴും ഇതിൻ്റെ ഒരു എക്സ്പെൻസ് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു 15 മുതൽ 30 ലക്ഷം വരെയൊക്കെ നമുക്കാവാൻ സാധ്യതയുണ്ട്. ഈ 30 ലക്ഷമൊക്കെ മുടക്കിയിട്ട് ഡെയിലി പറയുന്ന ഒരു 1000 രൂപ അത് മുടക്കുവൻ, അല്ലെങ്കിൽ 1500 രൂപ അത് മുടക്കുവൻ ഹൈ പോക്കറ്റിലിട്ടിട്ട് ലാഭമാണ് എന്ന് പറയുന്നതിനകത്ത് ഒരു ലാഭമില്ല, നഷ്ട പരിപാടിയാണ്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഇത് നമ്മൾ പലപ്പോഴും റെൻ്റ് എടുത്ത സ്ഥലത്തായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് കുറേ കാലത്തിന് ശേഷം അയാൾ ആ ഒരു സ്ഥലം തിരിച്ചു വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, 10 വർഷത്തിന് ശേഷം അത് വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയം കൊണ്ട് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ തിരിച്ചെടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ വേണ്ടി, വട്ടച്ചെലവ് നടന്നു പോകാൻ വേണ്ടി 10-30 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോട്, യങ്സ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. നിങ്ങൾ ഈ പ്രായത്തിൽ, ചെറിയ പ്രായത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികളിലേക്ക് ഇറങ്ങാതിരിക്കുക. ഈ ലേബേഴ്സിനെ, ബാക്കിയുള്ള ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഈ സേവന മേഖലയിൽ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്, ചെറുകിട സേവന മേഖലകളിൽ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ട്രിക്കി ആയിട്ടുള്ളൊരു പരിപാടിയാണ്. നമ്മളൊക്കെ ചൂഷണ മെൻറ്റാലിറ്റി ഇല്ലാത്ത ആളുകളായതുകൊണ്ട് നഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ചെറുകിട സംരംഭങ്ങളുടെയൊക്കെ ചൂഷണങ്ങൾ അനുഭവിച്ചിട്ടൊന്നും തൊഴിലാളികളൊന്നും നിലനിൽക്കത്തില്ല. അപ്പോൾ നല്ല സാലറി അവർക്ക് കൊടുക്കേണ്ടി വരും. ഈ 400-ന് 500-നൊന്നും ആരും വണ്ടിയൊന്നും കഴുകാനായിട്ട് ഇന്നത്തെ കാലത്ത് നിൽക്കത്തില്ല. ഒരു 4-5 വണ്ടിയൊക്കെ കഴുകിയാലേ ഈ സാലറി പോലും പണിക്കാർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.